മീനച്ചി താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെയും കിടങ്ങൂർ PKB വനിതാ ലൈബ്രറിയുടെയും ആഭിമുഖ്യത്തിൽ കിടങ്ങൂർ സൗത്ത് ഭാരതീയ വിദ്യാമന്ദിർ സ്കൂളിൽ വായനാ ദിനാചരണം നടത്തി. സ്കൂൾ ഹെഡ്മാസ്റ്റർ പ്രദീപ് കുമാർ അധ്യക്ഷത വഹിച്ചു. പാലാ താലൂക്ക് ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം എബ്രഹാം ജോസഫ് ഐരാറ്റുപടവിൽ ഉദ്ഘാടനം നിർവഹിച്ചു. PN പണിക്കർ അനുസ്മരണ പ്രസംഗവും അദ്ദേഹം നിർവഹിച്ചു. തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി കോളേജിൽ ചേർത്ത് കഴിഞ്ഞപ്പോഴാണ് പുസ്തകങ്ങളുടെ ഒരു മഹാലോകം വാസ്തവത്തിൽ കാണുന്നത്. യൂണിവേഴ്സിറ്റി ലൈബ്രറിയിലേക്ക് കയറി കഴിഞ്ഞാൽ അതിൽ 2 വിഭാഗമുണ്ട്. ഇന്റർമീഡിയറ്റ് വിഭാഗം, അത് കഴിഞ്ഞ് ഡിഗ്രി പോസ്റ്റ് ഗ്രാജുവേറ്റ് വിഭാഗങ്ങൾ. അപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ളതും കണ്ടിട്ടില്ലാത്തതും കേട്ടിട്ടില്ലാത്തതുമായ ധാരാളം സാഹിത്യകാരന്മാരുടെ പുസ്തകങ്ങൾ നിറയെ അലമാരകൾ നിറയെ പുസ്തകം അടുക്കി വെച്ചിട്ടുണ്ട്. അവിടെ ധാരാളം ആളുകൾ വായിക്കാൻ വരും. അതുപോലെ തിരുവനന്തപുരം പബ്ലിക് ലൈബ്രറിയിലും ധാരാളം ആളുകൾ വൈകിട്ടും രാവിലെയും വായിക്കാൻ വരും. രാവിലെ 6 മണിക്ക് തുറക്കും. അപ്പോൾ തന്നെ അവിടെ കാത്തു നിൽക്കും വായിക്കാനായിട്ട് ആളുകൾ. അപ്പം ഞാൻ അതിശയിച്ചു പോയി, ഇങ്ങനെയുണ്ടോ ഒരു വായന പ്രാന്തന്മാരുണ്ട്. കാരണം രാവിലെ വന്ന് പബ്ലിക് ലൈബ്രറിയുടെ മുമ്പിൽ സൈക്കിളിൽ വന്ന് അവിടെ നിൽക്കുകയാണ് കുറേ ആളുകൾ വായിക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഒരു ലൈബ്രറി പോലും ഇല്ല ആ കാലത്ത്. ചുരുക്കം ചില ലൈബ്രറി മൊത്തത്തിൽ വലിയ കാര്യമായിട്ട് പുസ്തകം പോലുമില്ല. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് തിരുവനന്തപുരത്തൊക്കെ ഇതുപോലുള്ളൊരു വായന ഭ്രാന്ത് ആളുകൾക്കിടയിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് അവർക്ക് ഗുണം കിട്ടി. കാരണം ഞാൻ അന്ന് കണ്ട പല ആളുകളും പിന്നീട് IAS ആയിട്ട് മാറി, നല്ല കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ എഴുതി IAS ആയിട്ട് മാറി. അപ്പോഴാണ് വായനയുടെ ഗുണം മനസ്സിലാക്കുന്നത്. PKB ലൈബ്രറി വനിതാ പ്രസിഡന്റ് V ഗീത വായനാ ദിന സന്ദേശം നൽകി. കുറവലങ്ങാട് സിവിൽ എക്സൈസ് ഓഫീസർ ആര്യ പ്രകാശ് ലഹരി ബോധവൽക്കരണ സന്ദേശം നൽകി. ലൈബ്രറി രക്ഷാധികാരി NS ഗോപാലകൃഷ്ണൻ, താലൂക്ക് ലൈബ്രറി കൗൺസിൽ അംഗം CK ഉണ്ണികൃഷ്ണൻ, PKB ലൈബ്രറി ലൈബ്രറിയൻ ജ്യോതി സിനു, യുവവേദി അംഗം ആര്യ ഹരികുട്ടൻ, ലൈബ്രറി അംഗങ്ങളായ KR ഗോപിനാഥൻ നായർ, KK ഗോപിനാഥൻ, സാഹിതി സഖ്യം സെക്രട്ടറി രാധാകൃഷ്ണക്കുറുപ്പ്, ആരാധ്യ അനൂപ് എന്നിവർ സംസാരിച്ചു.